പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. സന്തോഷമായിരിക്കുന്നുവോ? ഭയപ്പെട്ടിരിക്കുകയാണോ? ദേഷ്യത്തോടിരിക്കുകയാണോ? നീരസത്തോടിരിക്കുകയാണോ? ആരോടെങ്കിലും ഈർഷ്യയോടെ ഇരിക്കുകയാണോ? ഇന്നെങ്ങനെയുണ്ട്? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ചില ബാധിപ്പുകൾ ഉണ്ടാക്കും. ചിലത് നിരാശയുണ്ടാക്കും, ചില കാര്യങ്ങൾ കോപത്തെ ഉണ്ടാക്കും, ചില കാര്യങ്ങൾ ചിലരോട് ദേഷ്യം തോന്നിപ്പിക്കും. ഇതുപോലെ നമ്മൾ കടന്നു പോകുന്ന പാതയിൽ ഇതെല്ലാം സംഭവിക്കും. അതിൽ നിലനിൽക്കുവാൻ പാടില്ല. അതിന് നമ്മൾ പുറത്തു വരണം. അതിന് സഹായിക്കാനായി യേശു ഉണ്ട്. അതുകൊണ്ട് യേശുവോടൊത്ത് നടന്നാൽ നല്ല ഉപദേശങ്ങൾ തന്ന്, നീ അങ്ങനെ ഇരിക്കാൻ പാടില്ല മകളെ, മകനെ നീ അങ്ങനെ ഇരിക്കാൻ പാടില്ല, നീ എൻ്റെ കൂടെ നടക്കുക എന്ന് നന്നായി നടത്തും. ഇതിനെല്ലാം കാരണമെന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കൊരു ശത്രു ഉണ്ടല്ലോ, പിശാച്. ഗർജിക്കുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പകയോടെ ചുറ്റിത്തിരിയുന്നു. നമ്മെ കോപിപ്പിക്കണം, നീരസമുണ്ടാക്കണം, നമ്മെ തളർച്ചയിലാക്കണം, വിഷമത്തിലുള്ളിലാക്കണം, ഭയമുണ്ടാക്കണം. നമുക്കെതിരായി അവനാണ് എല്ലാം ചെയ്യുന്നത്. എന്നാൽ പിശാചാകുന്ന അവനാണ് നമ്മുടെ ശത്രു എന്നറിഞ്ഞ്, അവൻ ഗർജിക്കുന്ന സിംഹം പോലെയല്ലേ, ഗർജിക്കുന്ന സിംഹത്തെ എങ്ങനെയാണ് അതിജീവിക്കുക? നിങ്ങൾക്ക് ദൈവം ഒരു വാക്ക് തരുന്നു. 91 സങ്കീർത്തനം 13 വാക്യത്തിൽ, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഇവിടെ സിംഹത്തിന്റെ മേൽ നീ ചവിട്ടും. സാത്താൻ സിംഹത്തെപ്പോലെ വരും. അവന്റെ മേൽ മെതിച്ച് നീ നടന്നു പോകും. നിന്നെ ഒന്നും ചെയ്യാനാവില്ല. സർപ്പം, അണലി, പാമ്പ്. സാത്താൻ എന്ന് പറയുന്നത് അണലിയാണ്. പഴയ പാമ്പായ അണലി എന്നറിയപ്പെടും. അവൻ കൗശലത്തോടെ പ്രവർത്തിക്കും. നീ അവനെ മെതിച്ചു കളയും. അത്ര തന്നെ, അവൻ നിന്റെ കാൽ കീഴിലാകും. എങ്ങനെയാണ് ഞങ്ങൾക്ക് അവനെ ചവിട്ടാനാവുക? കാരണം യേശു കുരിശിൽ അവനെ ജയിച്ചിരിക്കുന്നു. അവന്റെ തല മെതിച്ചു കളഞ്ഞു. കുരിശിൽ അവനെ വിജയം വരിച്ചു. യേശു കൂടെയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സിംഹത്തിന്റെ മേലും നടക്കാം, അണലിയുടെ മേലും നടക്കാം, പെരുമ്പാമ്പിനെയും മെതിക്കാം. ഇവയെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാണ്. ഉടനെ സൂവിൽ ചെന്ന് സിംഹത്തിന്റെ മേൽ നടക്കുമെന്ന് പറയരുത് കേട്ടോ. ഇഴയുന്ന പാമ്പിന്റെ മേൽ ഞാൻ ചവിട്ടുമെന്ന് പറയരുത്. പിശാചിന്റെ പ്രവൃത്തികൾ, സിംഹമെന്ന് പറയുന്നതും തേളെന്ന് പറയുന്നതും ഇതുപോലെ പെരുമ്പാമ്പ് എന്ന് പറയുന്നതും സാത്താന്റെ പ്രവൃത്തികളാണ്. അതല്ലേ നമ്മെ ദിവസം തോറും ബാധിക്കുന്നത്. നിങ്ങൾ ജയിക്കും, അതിനെ അതിജീവിക്കും, കാൽ കീഴിലിട്ട് മെതിക്കും. കാരണം യേശു ജയിച്ചിരിക്കുന്നു. അവന്റെ നാമത്തെ ചൊല്ലി ജയിക്കുമെന്ന് ദൈവം പറയുന്നു. അതിനാൽ 91 സങ്കീർത്തനം നമുക്കൊരു സുരക്ഷയുടെ സങ്കീർത്തനമാണ്. അത് നന്നായി മനഃപ്പാഠമാക്കണം. ഒരു തവണയാ സങ്കീർത്തനം നല്ല ഉറക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു നോക്കൂ. നിങ്ങൾ തന്നെ ഒരു വലിയ മാറ്റം കാണും. ദിവസം തോറും പറഞ്ഞു നോക്കൂ. മുഴുവൻ സങ്കീർത്തനവും വായിച്ച് ആ സങ്കീർത്തനത്തെ ഉറക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കൂ. വലിയൊരു മാറ്റം നിങ്ങൾ കാണും. അതിനാൽ നിങ്ങൾ സിംഹത്തിന്റെ മേൽ നടക്കും, പെരുമ്പാമ്പിനെ നിങ്ങൾ കൈകൊണ്ട് പിടിക്കും, അണലിയുടെ മേൽ നിങ്ങൾ നടക്കും. അതിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വിശ്വസിക്കുമോ? യേശു ജയിച്ചു, ഞാനും നടക്കുമെന്ന് പറയുന്നു. എന്നാൽ ദൈവനാമത്തെ സ്തുതിക്കൂ. യേശുവേ, സിംഹത്തിന്റെ മേലും അണലിയുടെ മേലും നടക്കാനും പെരുമ്പാമ്പിനെ മെതിക്കാനും എനിക്ക് ബലം തരുന്നുവല്ലോ. ഒന്നിനും എന്നെ മുറിവേൽപ്പിക്കാനാവില്ല. സാത്താന്റെ പ്രവൃത്തികളും അവന്റെ ക്രിയകളും, അവന്റെ ഓരോ പ്രവൃത്തികളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിജീവിക്കുന്നു. ഞാൻ ജയിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവയെ മെതിച്ചു കളയുന്നു. അങ്ങയുടെ രക്തം തെളിച്ച് ജയിക്കുന്നു. ഇന്നെനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ